സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഒരാൾ ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ കൂടെ പോകുന്നത് മൂന്ന് കാര്യമാണ്. അതിലെ ഒന്നാമത്തെ കാര്യം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പഠിച്ച ഇൽമുണ്ടല്ലോ, ഞാൻ പഠിപ്പിച്ച ഇൽമുകളുണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ മിസിൽ സവാബ് പള്ളിപ്പറമ്പിലെ എൻ്റെ ഖബറിൻ്റെ അകത്ത് കിടക്കുകയാണ്. ഞാനെങ്ങാനും ഇന്ന് മരിച്ചു പോയാൽ പടച്ച റബ്ബിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ഇത്രയും കാലം ഞാൻ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ആരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ, ഞാൻ പഠിച്ച ഇൽമ്, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഇൽമ്, ആ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഫാത്തിഹ ഓതിയാൽ, സൂറത്ത് ഓതിയാൽ, അവൻ ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ നമസ്കരിച്ചാൽ 6 അടി മണ്ണിന്റെ അകത്ത് കിടക്കുന്ന ഖബറിലേക്ക് അതിന്റെ മിസിൽ സവാബിനി കുഴുകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന വഅദുണ്ടല്ലോ, അല്ലാഹുവേ പടച്ചവനെ, ഇന്ന് മൊബൈലിൽ യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ ഒരുപാട് പ്രഭാഷണങ്ങൾ കാണാം. പടച്ചവനെ, ഈ പ്രസംഗമെങ്ങാനും കേട്ടിട്ട് ഏതെങ്കിലും ഒരു കുട്ടി നന്നായിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരാൾ തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഖബറിലേക്ക് ഒഴുകി വരുന്ന ഒരു സദഖയാണ്. എന്നിട്ട് പ്രവാചകൻ രണ്ടാമതായി പറഞ്ഞു, വവലദുൻ സ്വാലിഹാ, സ്വാലിഹായ സന്താനങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ പടച്ച റബ്ബേ, സാലിഹായ സന്താനങ്ങൾ, ആ മക്കൾ നമുക്ക് ഗുണം ചെയ്യുന്നവരാണ്. അവരുടെ ദുആയുണ്ടല്ലോ, അവരുടെ പ്രാർത്ഥനകളുണ്ടല്ലോ, മരിച്ചുപോയ വാപ്പയ്ക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന ദുആ, അത് നാളെ ഖബറിനകത്ത് പ്രയോജനമുള്ള കാര്യമാണ്. അതുപോലെ വാപ്പയുടെ പേരിൽ പള്ളി കെട്ടാൻ നടക്കുന്നു, പള്ളിപ്പണി നടക്കുന്നു. പലരും പള്ളികൾക്ക് വേണ്ടി സദഖ കൊടുക്കുമല്ലോ, മരിച്ചുപോയ വാപ്പയ്ക്ക് വേണ്ടി, ഉമ്മയ്ക്ക് വേണ്ടി, മാതാപിതാക്കളുടെ ഖബർ വിശാലതയ്ക്ക് വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ജാരിയായ സദഖയാണ്. അത് ഖബറിലെ മനുഷ്യന് പ്രയോജനം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പ സാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന മരണപ്പെട്ടു പോയവർക്ക് ഗുണം ചെയ്യും. 3 ചെയ്യുന്ന ജാരിയായ സദഖകളുണ്ടല്ലോ, ജീവിതത്തിൽ നമ്മൾ ചെയ്തിരുന്നത്, നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, വമുസ്ഹഫും വരിസഹു, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, പരിശുദ്ധമായ ഖുർആൻ വാങ്ങിക്കൊടുത്താൽ, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ വാങ്ങിയിട്ട് പള്ളി വെക്കുന്നവരുണ്ട്, വീട്ടിൽ വെക്കുന്നവരുണ്ട്. ഈ ഖുർആൻ ആരെങ്കിലും ഓതിയാൽ ആ ഓതുന്നതിൻ്റെ പ്രതിഫലം അത് വാങ്ങിക്കൊടുത്ത മനുഷ്യനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളിയിലൊരു ഖുർആൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, വീട്ടിലൊരു ഖുർആൻ നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആ ഖുർആൻ എടുത്ത് ഓതിയാൽ ഖബറിൽ കിടക്കുന്ന ആ മനുഷ്യന് കിട്ടും. പള്ളിയിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഖുർആൻ, ആ ഖുർആൻ ആരെങ്കിലും എടുത്ത് ഓതിയാൽ ആ ഓതിയവന്, ആ വാങ്ങിച്ചു കൊടുത്തവന് ഓതിയതിന്റെ പ്രതിഫലം ഖബറിലെത്തും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളി കെട്ടിക്കൊടുത്താൽ അവന് ഖബറിൻ്റെ അകത്തെത്തും. ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന രീതിയിൽ കിണർ കുടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ വെയിറ്റിംഗ് ഷെഡ് കെട്ടിക്കൊടുത്താൽ, റോഡുകൾ തയ്യാറാക്കി കൊടുത്താൽ, ഇങ്ങനെയുള്ള ജാരിയായ സദഖകൾ ആര് ചെയ്യുന്നുണ്ടോ അതിന്റെ സവാബ് മരണപ്പെട്ടു പോയ മനുഷ്യന്റെ ഖബറിലേക്ക് എത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖ ചെയ്യുന്നതിലൂടെ ഒരിക്കലും നഷ്ടമില്ല. സദഖ ചെയ്യുന്നതിലൂടെ ഒരിക്കലും നഷ്ടം വരാറില്ല. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കോടാനുകോടി രൂപയുള്ളവനും കൊടുക്കാൻ വല്ലാത്ത പേടിയാണ്, കൊടുത്താ കുറഞ്ഞു പോകുമെന്ന് വല്ലാത്ത പേടിയാ. പടച്ചവനെ, പൈസയുടെ കാര്യം വരുമ്പോൾ കോടികളുള്ളവനാണെങ്കിലും അവന് പാവപ്പെട്ടവൻ, പടച്ചവനെ, യതീമായവർ, രോഗികൾ, എത്രയോ പാപങ്ങളല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, കോളേജുകൾക്ക് വേണ്ടി, യതീമായ പെൺകുട്ടികളുടെ വിവാഹങ്ങൾക്ക് വേണ്ടി എത്ര ചോദിച്ചാലും കൊടുക്കാൻ വല്ലാത്ത മടിയാണ്. കാരണം അവന് പേടിയാ, കൊടുത്താ കുറഞ്ഞു പോകുമെന്ന്. എങ്കിലും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് എന്നെ പടച്ച റബ്ബിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യനും അള്ളാഹു കുറവ് വരുത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കൊടുത്തതിന്റെ പേരിൽ ഒരിക്കലും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു കൊടുത്തതിന്റെ പേരിൽ ഒരിക്കലും കുറയ്ക്കില്ല എന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കൊടുത്തതിന്റെ പേരിൽ തീരാനായിരുന്നെങ്കിൽ സംസം വെള്ളം തീരണം. സംസം വെള്ളത്തിന്റെ ചരിത്രം എനിക്ക് നിങ്ങൾക്കും അറിയാം. എത്രയുണ്ടത്?
കോടാനുകോടി വർഷങ്ങളായിട്ട് എത്രയോ വർഷങ്ങൾ കൊണ്ട് എത്ര കുടിക്കുന്നു, എത്ര പേര് കുളിക്കാൻ വരെ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് വാരി. എന്നിട്ട് എന്തേ കുറയാത്ത? ഒരിക്കലും കൊടുത്തതിന്റെ പേരിൽ കുറയാറില്ല. കൊടുത്തതിന്റെ പേരിൽ ലാഭമല്ലാതെ നഷ്ടം ഇന്നുവരെ ഒരാളും സദക്ക കൊടുത്തിട്ട് എത്തിയകാരയിലായിട്ടില്ല. പാവങ്ങളെ സഹായിച്ചതിന്റെ പേരിൽ ഒരാളും ഇന്നും ഒന്നുമില്ല, നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന് ഉദാഹരണമായിട്ടൊരു ചരിത്രം പറയാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. ഈ ചരിത്രം നിങ്ങൾ നല്ലതുപോലെ കേട്ടോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും സാധാരണ ആൾക്കാരല്ല. രണ്ടുപേരും സാധാരണ ആൾക്കാരല്ല. ഒന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളാണ്. രണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വഹി വന്നത്. മുത്തുനബിയേ, അലിയാർ തങ്ങൾക്ക് ഫാത്തിമയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ തന്റെ പൊന്നുമോളെ അലിയാർ തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരുടെ ചരിത്രം എടുത്തു നോക്ക്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെയും അലിയാർ തങ്ങളുടെയും കുടുംബജീവിതം എടുത്തു നോക്ക്. വല്ലാത്ത പട്ടിണിയായിരുന്നു, വല്ലാത്ത ദാരിദ്ര്യമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസങ്ങളായിട്ട് പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ല. 3 ദിവസമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളും അലിയാർ തങ്ങളും മക്കളും പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ല. അവസാനം വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് സ്നേഹത്തോടെ താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു അരക്കച്ചയുണ്ട്. അതെടുത്തു കൊടുത്തിട്ട് അലിയാർ തങ്ങളോട് പറയുന്നു, അലിയേ, ഇത് കൊണ്ടുപോയി കമ്പോളത്തിൽ കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിച്ചിട്ട് വാ. വല്ലാതെ ആഗ്രഹത്തോടുകൂടി വീടിന്റെ അകത്ത് സൂക്ഷിച്ചിരുന്ന ഒരു വസ്ത്രമാണ്. അതെടുത്തു കൊടുത്തു ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇത് കൊണ്ടുപോയി വിറ്റിട്ട് ഭക്ഷണം വാങ്ങിച്ചിട്ട് വാ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മനസ്സില്ലാ മനസ്സോടെ തന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അതുമായി കമ്പോളത്തിലേക്ക് കടന്നു ചെന്നു. കൊണ്ടുപോയി വിൽക്കുകയാണ്. പടച്ചവനെ, 6 ദിർഹമാണ് കൂലി കിട്ടിയത്. 6 ദിർഹമാണ് കൂലി കിട്ടിയത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വിറ്റിട്ട് കിട്ടിയ 6 രൂപയുമായി തന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോ പടച്ചവനെ, ഒരു പാവപ്പെട്ടവന് കടന്നു വരികയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യന് കടന്നു വരികയാണ്. അലിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്റെ ഭാര്യയും മക്കളും പട്ടിണി കാരണം തളർന്നു കിടക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താലിയേ. കയ്യിൽ വെച്ചിട്ട് നമ്മൾ പറയുന്നത് പോലെ കോടികളുള്ളവനും പറയും, ഇപ്പൊ എന്റെ കയ്യിലില്ല, കച്ചവടമൊക്കെ നഷ്ടത്തിലാണ് എന്ന് പറയും. പക്ഷേ അലിയാർ തങ്ങൾ അങ്ങനെയല്ല. പടച്ചവനെ, പട്ടിണി കിടന്നിട്ട് തന്റെ ഭാര്യ കൊടുത്ത വസ്ത്രം കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടിയ 6 ദിർഹം കയ്യിലിരിക്കുമ്പോ ഒരു പാവപ്പെട്ടവൻ തന്റെ കണ്ണിന്റെ മുന്നിൽ വന്ന് വിശന്നുകൊണ്ട് യാചിക്കുമ്പോ കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞില്ല. 6 രൂപയും എടുത്ത മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. 6 രൂപയും കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞില്ല. 3 കൊടുക്കാമെന്ന് കരുതിയില്ല. 1 രൂപയെങ്കിലും തിരിച്ചു വെക്കാമെന്ന് കരുതിയില്ല. കൊടുക്കുമ്പോൾ നല്ലതുപോലെ കൊടുക്കണമല്ലോ. ആ തുണി വിറ്റിട്ട് കിട്ടിയ പൈസ മുഴുവനും ആ പാവപ്പെട്ടവന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് വെറും കയ്യോടെ തന്റെ പ്രിയപ്പെട്ടവള് ചോദിക്കുമ്പോ എന്ത് മറുപടി പറയും, എന്ത് മറുപടി പറയണമെന്നറിയാതെ അലിയാർ തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ അതാ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ രംഗം കണ്ടിട്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോയി. ആ ഒരു രംഗം കണ്ടിട്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോയി. അതാ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ. ഒരു മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വരികയാണ്. ഒരൊട്ടകത്തെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അലിയാർ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അവിടെന്ന് ചോദിച്ചു, അലിയേ,
ഈ ഒട്ടകത്തിനെ നിനക്ക് വേണോ അലിയേ? ഈ ഒട്ടകത്തിനെ നിനക്ക് വേണോ അലിയേ? മനുഷ്യന്റെ രൂപത്തിലാണ് ജിബ്രീൽ കടന്നു വന്നത്. അലിയാര് തങ്ങൾ പറഞ്ഞ്, എൻ്റെ കയ്യിൽ 5 നയാ പൈസയില്ല, കിട്ടുമ്പോ തന്നാ മതി അലിയേ. 100 ദിർഹമിന് അവിടുന്ന് കച്ചവടം നടത്തി. പൈസ കിട്ടുന്ന സമയത്ത് തന്നാ മതി. ഒട്ടകത്ത് അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് അലിയാര് തങ്ങൾ ഒട്ടകവുമായി നടന്നു പോകുമ്പോ അതാ സുബ്ഹാനല്ലാഹ്, ഒരു അഅറാബിയുടെ രൂപത്തിൽ കടന്നു വരുന്നതാരെന്നറിയുമോ? മഹാനായ മീകായിൽ അലൈഹിസ്സലാം. മീകായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അതാ പടച്ചവനെ ഒരു അഅറാബിയുടെ രൂപത്തിൽ കടന്നു വരികയാണ്. അവിടെന്ന് ചോദിക്കുന്നു, അലിയേ ഈ ഒട്ടകത്തെ വിൽക്കുന്നു അലിയേ? ഈ ഒട്ടകത്തെ വിൽക്കുന്നു അലിയേ? അലിയാര് തങ്ങൾ പറഞ്ഞ് വിൽക്കുന്നു. അവിടെന്ന് ചോദിച്ചു, എത്ര രൂപയ്ക്കാ ഇത് വാങ്ങിച്ചത്? അലിയാര് തങ്ങൾ പറഞ്ഞു, ഞാൻ 100 ദിർഹമിനാണ് വാങ്ങിച്ചത്. ആ മനുഷ്യൻ പറഞ്ഞു, എങ്കിൽ ഞാൻ 160 ദിർഹം ഞാൻ നിനക്ക് തരാ. പടച്ചവനെ 160 ദിർഹം കയ്യിൽ കൊടുത്തിട്ട് അവിടെന്ന് ഒട്ടകത്തെ ഏതാ മനുഷ്യൻ വാങ്ങുകയാണ്. പടച്ചവനെ അലിയാര് തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. 100 രൂപ കടമുണ്ടല്ലോ. അലിയാര് തങ്ങൾ ഓടിച്ചെന്നിട്ട് ആദ്യം ഒട്ടകം വാങ്ങിയ മനുഷ്യന്റെ കയ്യിലേക്ക് എനിക്ക് ലാഭം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവിടെന്ന് 100 ദിർഹം കൊടുത്തു കടമങ്ങ് തീർക്കുകയാണ്. പിന്നെ 60 ദിർഹം കൊണ്ട് തന്റെ പ്രിയപ്പെട്ടവളുടെ വീട്ടിലേക്ക് ഓടുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 60 ദിർഹവുമായിട്ട് അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, അലിയേ എവിടെ നിന്നാണ് ഇത്ര രൂപ? ഇത്രയും പണം കിട്ടിയോ അലിയേ? എന്റെ വസ്ത്രത്തിന് ഇത്രയും വലിയ രൂപ കിട്ടിയോ അലിയേ? അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഞാൻ അല്ലാഹുവിനോട് 6 രൂപ കൊടുത്തിട്ടൊരു കച്ചവടം നടത്തി. ഞാൻ 6 ദിർഹം കൊടുത്തിട്ടൊരു കച്ചവടം നടത്തി. എനിക്ക് അല്ലാഹു 60 തിരിച്ചു തന്നു ഫാത്തിമ. 6 രൂപ ഒരു പാവപ്പെട്ടവന് കൊടുത്തപ്പോ നിമിഷങ്ങൾക്കുള്ളിൽ പടച്ചവൻ 60 ദിർഹം തിരിച്ചു കൊടുത്തു എന്ന് അലിയാര് തങ്ങൾ തന്റെ പ്രിയപ്പെട്ടവളോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അലിയേ ഒട്ടകത്തെ കൊണ്ട് വന്നതാരെന്നറിയോ? മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഒട്ടകത്തെ കൊണ്ടുവന്നത്. അത് വാങ്ങിച്ചതാരെന്നറിയുമോ? മഹാനായ മീകായിൽ അലൈഹിസ്സലാം. ആ ഒട്ടകമേതെന്നറിയുമോ? അത് സ്വർഗത്തിലെ ഫാത്തിമയുടെ വാഹനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കൊടുത്താ കുറയില്ല എന്നതിന് ഇതിനേക്കാളും എന്ത് തെളിവാ സഹോദരാ നിനക്ക് വേണ്ടത്? 10 രൂപ പാവപ്പെട്ടവന് കൊടുത്തതിന്റെ പേരിൽ ഒരിക്കലും നിന്റെ മക്കളെ അല്ലാഹു പട്ടിണിക്കിടില്ല. ഒരിക്കലും അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല. ഒരിക്കലും ഒരു മനുഷ്യന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ട ഗതി അല്ലാഹു നിനക്ക് വരുത്തില്ല എന്റെ പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അലിയേ ഫാത്തിമ, നിനക്ക് അല്ലാഹു 3 അനുഗ്രഹം ചെയ്തു ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് പറയുകയാണ്, നിനക്ക് അല്ലാഹു 3 മഹത്വമാണ് നൽകിയത്. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഫാത്തിമ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവ് നീയാണ് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, പൊന്നുമോളെ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവ് നീയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, നിന്റെ 2 മക്കളുണ്ടല്ലോ, ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ. നിനക്ക് അല്ലാഹു തന്ന 2 മക്കള് നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ അമീറന്മാരാണ്. നാളെ സ്വർഗത്തിലെ ചെറുപ്പക്കാരുടെ, നാളെ സ്വർഗത്തിലെ ആണുങ്ങളുണ്ടല്ലോ, അവരുടെ നേതാക്കന്മാരാണ് നിന്റെ 2 മക്കള്. എന്നിട്ട് പ്രവാചകൻ പറയുന്ന നിന്റെ വാപ്പയാരെന്നറിയുമോ? സർവ പ്രവാചകന്മാർക്കും നേതാവാ. നിനക്ക് അല്ലാഹു തന്ന ഭാഗ്യമാണെന്ന് മുത്തുനബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യനും അല്ലാഹു കുറയ്ക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇന്ന് ചിന്തിക്ക്, 3 ദിവസമായിട്ട് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഭാര്യയും മക്കളും പട്ടിണിയാ. എന്നിട്ട് ഒരു ഗതിയില്ലാതെ വന്നപ്പോ
വീടിൻ്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന മനോഹരമായ ഒരു വസ്ത്രമെടുത്ത് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊടുത്ത് ഭക്ഷണം വാങ്ങിച്ചിട്ട് വാ. പ്രിയപ്പെട്ട ഭർത്താവ് മനസ്സോടെ കെട്ടുതാലി വരെ അഴിച്ചു കൊടുക്കത്തില്ല ചില സമയം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹർ തന്നതുപോലും അവസാനം ഒരു ഗതിയില്ലാതെ വരുമ്പോൾ പെണ്ണുങ്ങൾ ഊരിത്തരും. ഇതുപോലെ ആയിഷ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കൊടുത്തുവിട്ടു. അത് കൊണ്ടുപോയി വിറ്റിട്ട് 6 രൂപയും വാങ്ങിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴാ ഒരു പാവപ്പെട്ടവൻ വന്നിട്ട് ചോദിക്കുന്നത് വല്ലതും തരാൻ. നമ്മളാണെങ്കിൽ എന്ത് പറയും? ഒന്നുമില്ല. നമ്മളാണെങ്കിൽ പറയും ഒന്നുമില്ല. അലിയാര് നിങ്ങൾ കൈവച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല, നമ്മളാണെങ്കിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു മൊത്തെടുത്തു കൊടുത്തു. ഒന്നുമില്ല കയ്യിൽ, വെറും കൈയായി നടന്നു വരുമ്പോ അതാ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഒട്ടകവുമായിട്ട് വന്നിട്ട് ചോദിച്ചു, വേണോ അലിയെ? വാങ്ങാൻ 5 നയാ പൈസ എൻ്റെ കയ്യിലില്ല. വേണ്ട, കടവായിട്ട് വെച്ചോ. കിട്ടുമ്പോ തന്നാ മതി, കടമായിട്ട് വെച്ചോ. കൊടുത്തു 100 ദിർഹം. അടുത്തതാ വരുന്നു, ഒട്ടകവുമായി മുന്നോട്ട് നടക്കുമ്പോൾ അടുത്ത മലക്ക് വന്നിട്ട് ചോദിക്കുക, 160 തരുന്നോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കൊടുത്തതിൻ്റെ പേരിൽ ഒരിക്കലും നമുക്ക് അള്ളാഹു കുറവ് വരുത്തൂല. അതിലൂടെ അള്ളാഹു നേട്ടമേ തരൂ. കെട്ടിക്കിടക്കുന്ന വെള്ളം ഇന്ന് വരെ വർദ്ധിച്ച കഥയില്ല. കെട്ടിക്കിടന്ന വെള്ളം ഇന്ന് വരെ വർദ്ധിച്ച കഥയേ ഇല്ല. ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഒരുത്തനും മറ്റൊരുത്തന്റെ മുന്നിൽ ഇങ്ങനെ നീട്ടേണ്ട ഗതി വന്നിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, ചില ആൾക്കാർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ എന്തടി ഇങ്ങനെ വാരിക്കൊടുക്കണേ, നമുക്കങ്ങനെ തോന്നാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പടച്ച റബ്ബിന്റെ സഹായം ഭാര്യയെ കുറിച്ചോ മക്കളെ കുറിച്ചോ ഒന്നുമില്ല. കെട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങുമ്പോ അതായിരുന്നല്ലോ സഹാബത്തിന്റെ ചരിത്രം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് സദക്ക ചോദിക്കുമ്പോ കൊടുക്കാൻ അവിടെ മത്സരവാ. ഇവിടെ ഇലക്ഷനും മറ്റുള്ള കാര്യങ്ങളാ മത്സരം. ഇപ്പൊ ഇലക്ഷന്റെ സമയം ആയിട്ട് പോലും ഇല്ല. പഞ്ചായത്ത് ഇലക്ഷനുള്ള തയ്യാറെടുപ്പുകൾ, പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ പണ്ടൊരു ഇന്നത്തെ അള്ളാന്റെ പള്ളികളിൽ പോലും ഇലക്ഷൻ നടക്കുന്ന കാലഘട്ടം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ത്യയുടെ പ്രസിഡന്റ് ആവാനുള്ള ഇലക്ഷനൊക്കെ നടക്കുന്ന പോലെ പള്ളികളിൽ പോലും. എന്നാൽ നിങ്ങൾ കേൾക്കുക, പണ്ടൊരു കാലത്തൊരു മത്സരം നടന്നു. മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, പോയി വീട്ടിൽ പോയി കൊണ്ടുപോവാ. എല്ലാവരും ഓടി. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ പോയി. പടച്ചവനെ, എപ്പോ നോക്കിയാലും അബൂബക്കർ ജയിക്കണേ, എനിക്കൊരു വട്ടമെങ്കിലും ജയിക്കണം. എപ്പോ നോക്കിയാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് വിജയിക്കുന്നത്, ഒരിക്കലെങ്കിലും എനിക്ക് വിജയിക്കണം. പോയിട്ട് തന്റെ സമ്പാദ്യം മുഴുവനും അങ്ങോട്ട് അളന്നു, 2ആയിട്ട് വിഹിതം വെച്ചു. ഒരെണ്ണം അവിടെ വെച്ചു, ഒരെണ്ണം കൊണ്ടുവന്ന് മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, ഇതെന്റെ സമ്പാദ്യത്തിന്റെ പകുതിയാ. അങ്ങനെ സദക്ക കൊണ്ട് കൊടുത്തിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നിൽക്കുക. ഒരുപാട് സഹാബത്ത് വന്നു, കയ്യിലൊക്കെ ഉള്ളത് കൊടുത്തു, ഒന്നും മിണ്ടുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കാത്തു നിൽക്കുക. അബൂബക്കർ തങ്ങൾ ഇങ്ങോട്ട് വന്നൊരു ചെറിയ പൊതി കൊണ്ടുവന്ന് മുത്തുനബിയുടെ കയ്യിൽ കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ചോദിച്ചു, അബൂബക്കറെ, വീട്ടിൽ എന്തുകൊണ്ട്? അള്ളാഹും അവന്റെ പ്രവാചകനും അല്ലാതെ ഒന്നുമില്ല നബി, എന്റെ വീട്ടിൽ അങ്ങും അള്ളാഹും അവന്റെ പ്രവാചകനും അല്ലാതെ ഒന്നുമില്ല, ഉള്ളത് മുഴുവനും കൊണ്ടു കൊടുത്തു. അങ്ങനെ മത്സരിച്ചു എന്ന് ചരിത്രം പറയുമ്പോ സഹാബത്തിന്റെ ചരിത്രങ്ങൾ അങ്ങനെയാ. എന്തു പറഞ്ഞാലും മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അല്ലാഹുവേ പടച്ചവനെ, നമ്മൾ ഇന്ന് മദീനത്ത് പോകുമ്പോൾ, ആ മദീനത്ത് ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന്റെ മധ്യഭാഗത്ത് കടന്നുറങ്ങുന്ന മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, സദഖയുടെ കാര്യത്തിൽ ഉസ്മാൻ തങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. എന്തു പറഞ്ഞാലും അവിടെ നിന്ന് വാരിക്കോരി കൊടുക്കുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ അല്ലാഹുവേ പടച്ചറപ്പ് കൊടുത്ത സമ്പാദ്യം മുഴുവനും സദഖ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചപ്പോ അവിടെ നിന്ന് മഹാനവറുകൾക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, ഉസ്മാനേ, നിനക്ക് ഇത്തിരി പ്രയാസം കടന്നു വരുന്നുണ്ട്, എങ്കിലും നീ നാളെ സ്വർഗത്തിലാണ്. പ്രവാചകൻ അവിടെ നിന്ന് ഉസ്മാൻ തങ്ങളോട് പറഞ്ഞിരുന്നു, ഉസ്മാനെ, നിനക്ക് ജീവിതത്തിൽ ഇത്തിരി പ്രയാസം വരും, എങ്കിലും നീ സ്വർഗത്തിലാണ്. എന്റെ പ്രിയമുള്ളവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 3ാമത്തെ ഖലീഫയായി രാജ്യം ഭരിക്കുമ്പോ അവസാനം പടച്ചവനെ മുസ്ലിമീങ്ങൾ 2 തട്ടായി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് വളഞ്ഞിരിക്കുകയാ. ഇറാഖ് കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. വീട്ടിനകത്ത് ഭക്ഷണമില്ല,
ദിവസങ്ങളായിട്ട് ഉസ്മാൻ തങ്ങളുടെ വീട് ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. പടച്ചവനെ, നോമ്പാണ്, നോമ്പ് പിടിക്കാനും മുറിക്കാനും ഭക്ഷണമില്ല. അവസാനം എത്രയോ ദിവസങ്ങൾ നോമ്പ് പിടിച്ചിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കഴിക്കാൻ ഭക്ഷണമില്ലാതെ, നോമ്പ് തുറക്കാൻ വെള്ളമില്ലാതെ ഉസ്മാൻ തങ്ങൾ അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് തളർന്നു പോയി ഉറങ്ങുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉറങ്ങിപ്പോയി. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ അസ്ർ കഴിഞ്ഞ് നോമ്പ് തുറക്കുന്ന സമയത്തിനോട് അടുത്ത് വരുമ്പോ, അറിയാതെ ഉറങ്ങിക്കിടക്കുമ്പോ ഉസ്മാൻ തങ്ങൾ ഒരു സ്വപ്നം കാണുകയാ. മുത്തുനബി ആരാണെന്ന് പഠിച്ചോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആരാണെന്ന് പഠിച്ചോ? അതാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലാതെ ദിവസങ്ങളായി പട്ടിണിയാണ്. വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുമ്പോ അവിടെ നിന്നൊരു സ്വപ്നം കാണുകയാ. ആരാ സ്വപ്നത്തിൽ കടന്നു വരുന്നത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്നത്തിൽ കടന്നു വരികയാണ്. മുത്തുനബിയുടെ കൂടെ ആരാ ഉള്ളത്? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. മൂന്നുപേരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാ. മൂന്നുപേരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉസ്മാനേ, നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലേ? നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലേ? യാ റസൂലല്ലാഹ്, ദിവസങ്ങളായിട്ട് പട്ടിണിയാണ് നബിയേ, പട്ടിണി നോമ്പാണ് നബിയേ, വിശക്കുന്നു ഉസ്മാനെ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉറങ്ങിക്കിടക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുണ്ടിന്റെ ഭാഗത്തേക്ക് തന്റെ കൈ ഇങ്ങനെ നീട്ടി കൊടുക്കുമ്പോ പ്രവാചകന്റെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അവിടെ അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ സബ്ബദാ ഭക്ഷണം കഴിച്ചു എന്ന് ചരിത്രം പറയുകയാ. മുത്തുനബി ഇങ്ങനെ കൈ നീട്ടി കൊടുക്കുമ്പോ പ്രവാചകന്റെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ ഭക്ഷണം കടന്നു വന്ന് ആ ഭക്ഷണം കഴിച്ച് ഉസ്മാൻ തങ്ങൾ നോമ്പ് മുറിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ, പാവങ്ങളെ സഹായിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹു തന്ന സമ്പാദ്യം പാവങ്ങൾക്ക് കൊടുക്കുന്നവരുണ്ടല്ലോ, അല്ലാഹു തന്ന സമ്പാദ്യം എന്നോട് സ്നേഹം കൂടിയിട്ടല്ല അല്ല എനിക്ക് കൊട്ടാരം തന്നത്, എനിക്ക് വാഹനം തന്നത്, എനിക്കൊരുപാട് സ്ഥലങ്ങൾ നൽകിയത്, എനിക്കൊരുപാട് കച്ചവടം നൽകിയത് അല്ലാഹുക്ക് എന്നോട് സ്നേഹം കൂടിയിട്ടല്ല, എന്റെ തഴമ്പ് കണ്ടിട്ടല്ല, എന്റെ താടിയുടെ നീളം കണ്ടിട്ടല്ല, എന്റെ ഇബാദത്തുകൾ കണ്ടിട്ടല്ല. അല്ലാഹു എനിക്ക് സമ്പാദ്യം നൽകിയിരിക്കുന്നത് പടച്ച റബ്ബനെ പരീക്ഷിക്കാനാ. അല്ലാഹുവേ, മനസ്സിലാക്കാൻ കഴിയണം സഹോദരാ. അതുകൊണ്ട് കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും കുറയാറില്ല. അല്ലാഹുവിലേക്ക് അടുക്കാനേ കഴിയൂ. സദഖ ചെയ്യുന്നതിലൂടെ റബ്ബിലേക്ക് അടുക്കുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയാണ്. പടച്ച റബ്ബിന്റെ സ്നേഹം നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങളെ മറന്നു പോകരുത്, രോഗികളെ മറന്നു പോകരുത്, യതീമീങ്ങളെ മറന്നു പോകരുത്, കടം കൊണ്ട് വലയുന്നവരെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. കടത്തിൽ കഴിയുന്നവരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അയ്യുൻ നഫഖതി അഫ്ളലു, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖ ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട്, ലോകത്തിന്റെ നേതാവിനോട് സഹാബത്ത് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖ ഏതാണ് നബിയേ? അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖ ഏതാ അറിയോ? പറമനുഷ്യ, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖ ഏതാ? പള്ളി കെട്ടിക്കൊടുക്കല? വെടിയുണ്ടതുപോലെ ഇരിക്കാതെ മറുപടി പറ. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദഖ ഏതാ? പള്ളി കെട്ടിക്കൊടുക്കലാണോ? എന്താ പൻസാരിയാണ് എങ്ങനെ ഇരിക്കുന്നത്? പറമനുഷ്യന്മാരെ
ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന സദക്ക ഏതാ? പള്ളി കെട്ടിക്കൊടുക്കലാണോ? മദ്രസകൾക്ക് കൊടുക്കലാണോ? പെൺകുട്ടികൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുക്കലാണോ? വീട് വെക്കാൻ വേണ്ടി കൊടുക്കലാണോ? യതീമിന് വേണ്ടി കൊടുക്കലാണോ? എന്താ? യതീമിന് വേണ്ടി അല്ല. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാടെ. നിങ്ങൾ വെളി മൈക്കിട്ടിട്ടുണ്ടില്ലേ? ഇല്ലേ? ഇപ്പൊ പറഞ്ഞ തീരുമാനമാവും. അതിൽ കുറച്ച് കഴിഞ്ഞ് പറയും. മൈക്ക് പുറത്തിട്ടേക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന് വീടെത്താൻ പറ്റൂല. ഇന്ന് വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് രാത്രി ചിലപ്പം പെരുന്നാളായിരിക്കും. മൈക്ക് ഓഫ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന പള്ളി കെട്ടി കൊടുക്കുന്നതിനാണ്. അല്ല സഹോദരങ്ങളെ, നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാ, നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനാ നാളെ അള്ളാഹുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ സദക്കയുടെ പ്രതിഫലം കിട്ടുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ വെളിയിൽ ഓഫായി കൂടെപ്പാ. ഇൻഷാ അല്ലാഹ് 9:30 ആയി. എത്ര മണിക്കായിരുന്നു തുടങ്ങിയത്? 9 മണി. അരമണിക്കൂറായില്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ അരമണിക്കൂറും കൂടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത്, ചിലപ്പോൾ നമ്മുടെ പ്രസിഡന്റ് വിചാരിക്കും അള്ളാഹു എനിക്കിപ്പോൾ പണമൊക്കെ തന്ന് അൻസാരി എണ്ണം വിചാരിക്കും കടയൊക്കെ ഉണ്ട് ഇല്ലേ, ഇതൊക്കെ പടച്ചോ എനിക്കങ്ങോട്ട് എൻ്റെ തഴമ്പ് കണ്ടിട്ട് തന്നെയാന്ന് ഇടയ്ക്കിടയ്ക്ക് തോന്നും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ തോന്നാറുണ്ട് ഈ വണ്ടിയും വാഹനവും വീടും ഇതൊക്കെ അള്ള തന്നിരിക്കുന്നത് 5 നേരം നിസ്കരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ താടിയുടെ നീളം കണ്ടിട്ട് കുടുംബ മഹിമയൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ കണ്ടിട്ട് അള്ള വാരി തന്നെയാണ്. ഒരിക്കലും അങ്ങനെയൊന്നും കരുതരുതട്ടാ. സ്വപ്നത്തിൽ പോലും അങ്ങനെ കരുതണ്ട. നിനക്ക് അള്ളാഹു ഇതൊക്കെ തന്നിരിക്കുന്നത് ഈ 8ന്റെ പണി നിനക്ക് തരാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ള നിനക്ക് 8ന്റെ പണിയെ തന്നിരിക്കുന്നത്. ഈ സമ്പത്തൊക്കെ അള്ള നിനക്ക് തരും. എന്നിട്ട് നിന്റെ മുന്നിൽ പാവപ്പെട്ടവനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൈ നീട്ടിക്കും. നീ അവന് കൊടുത്താൽ സ്വർഗത്തിൽ പോകും, കൊടുത്തില്ലെങ്കിൽ നരകത്തിൽ പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹായിക്കണം. നമ്മുടെ കയ്യിൽ സമ്പത്ത് വരുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കണം. ഒരുപാട് പേര്, കൂടപ്പുറപ്പുകൾ, കുടുംബക്കാർ, ഉമ്മയുടെ വീട്ടുകാർ, വാപ്പയുടെ വീട്ടുകാർ, അല്ലെങ്കിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ. ഏറ്റവും കൂടുതൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ഈ കടത്തിൽ പെട്ട് കിടക്കുന്നവരെ വേണം സഹായിക്കാൻ. അതിന് വല്ലാത്ത പതിവല്ലാതെ അതൊക്കെ ഇന്ന് ചെയ്യുവാണെങ്കിൽ ഫ്ലെക്സ് വേണമല്ലോ. നമ്മുടെ വിഷയം തന്നെ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നരകത്തിൽ അള്ളാഹു എടുത്തു വെക്കുന്ന 3 ശരീരം. നാളെ അള്ളാഹു നരകത്തിലേക്ക് ആദ്യമായിട്ട് എടുത്തു വെക്കുന്ന 1ാമത്തെ മനുഷ്യൻ ഖുർആൻ പഠിച്ചവൻ. 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാ. 3 അള്ളാഹു നരകത്തിലേക്ക് ആദ്യമായിട്ട് എടുത്തെറിയുന്ന 3ാമത്തെ മനുഷ്യനാരെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, സദഖ നൽകിയവനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. 3 പേരുടെയും നിയ്യത്ത് ഒന്നായിരുന്നു. 3 പേർക്കും ഇഖ്ലാസ് ഇല്ലായിരുന്നു. ഖുർആൻ പഠിച്ചവൻ ഇഖ്ലാസ് ഇല്ല, യുദ്ധത്തിന് പോയവൻ ഇഖ്ലാസ് ഇല്ല, സദഖ കൊടുത്തവൻ ഇഖ്ലാസ് ഇല്ല. കാരണം എല്ലാവരും അറിയണം, എല്ലാവരും കാണണം, ഒരുപാട് പബ്ലിസിറ്റി കേട്ടണം. ഞാൻ പള്ളിക്ക് 1 കോടി കൊടുത്തു, 5 കോടി കൊടുത്തു, എൻ്റെ പെണ്ണുമ്പിള്ളയുടെ സ്വർണ്ണമൂരി കൊടുത്തു. എല്ലാവരും പബ്ലിസിറ്റിയാണ് ആഗ്രഹിക്കുന്നത്. ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് യാതൊരു പ്രതിഫലവുമില്ല. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു അവനോട് പറയും, ആര് കാണുന്നതിന് വേണ്ടിയാണോ ചെയ്തത് അവന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം വാങ്ങ്, അവന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം വാങ്ങ്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള കാര്യം ആരും അറിയാതെ ചെയ്യുന്ന സദഖയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ലോകമറിയുന്ന പണ്ഡിതനാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പടച്ചവനെ അതാരിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് യാത്രയിൽ ഒരു സ്ഥലത്ത് പോകും. പടച്ചവനെ മഹാനവറുകൾ അവിടെ പോയിരിക്കുമ്പോ ഒരു മുതഅല്ലിമായ ഒരു ചെറിയ പയ്യൻ വന്ന് ഇൽമു പഠിക്കാൻ വരുമായിരുന്നു. മഹാനവറുകളുടെ ചാരത്ത് വന്ന് ഇൽമുകൾ പഠിക്കും, അവിടെ നിന്ന് ഖിദ്മത്ത് ചെയ്യും. ഉസ്താദ് പോകുന്നത് വരെ അവിടെ നിൽക്കുമായിരുന്നു.
ഒരിക്കലും മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ആ നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇൽമു പഠിക്കാൻ വരുന്ന പൊന്നുമോനെ കാണാനില്ല, ഇൽമു പഠിക്കാൻ വരുന്ന ചെറുപ്പക്കാരനെ കാണാനില്ല. അവിടുന്ന് മഹാനവറുകൾ ചോദിച്ചു, എപ്പോഴും ഞാൻ ഈ നാട്ടിൽ വരുമ്പോ എന്റെ ചാരത്ത് വരുന്ന ഒരു മുത്തഅല്ലിം ഉണ്ടായിരുന്നല്ലോ, ആ പൊന്നുമോനെ കാണുന്നില്ലല്ലോ. ജനങ്ങൾ പറയുന്നു, തങ്ങളെ ആ പൊന്നുമോന് ജയിലിലാണ്, ആ മുത്തഅല്ലിം ജയിലിലാണ്. എന്ത് കുറ്റം ചെയ്തതിന്റെ പേരിലെന്നറിയുമോ? കടം മേടിച്ചിട്ട് പൈസ കൊടുക്കാതെ വന്നപ്പോ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിരുന്നു, അത് കൊടുക്കാതെ വന്നതിന്റെ പേരിൽ ജയിലിൽ അടച്ചിരിക്കുകയാണ്. വല്ലാത്ത സങ്കടം വന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് പാതിരാത്രി ആ മനുഷ്യന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ കടന്നു പോയിട്ട് പറഞ്ഞു, ആ മുത്തഅല്ലിം എത്ര രൂപയാണ് തരാനുള്ളത്? 10,000 ദിർഹമാണ് തരാനുള്ളത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 കണ്ടീഷൻ ഉണ്ട്, എനിക്ക് 2 കണ്ടീഷൻ ഉണ്ട്. ഈ കണ്ടീഷൻ അംഗീകരിച്ചാൽ ഞാൻ ഈ 10,000 രൂപ ഞാൻ തരാം, ആ പൊന്നുമോന്റെ കടം ഞാൻ വീട്ടി തരാം. എന്നിട്ട് പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷൻ എന്തെന്നറിയോ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഞാനാണ് ഈ പൈസ തന്നതെന്ന് ഞാൻ മരിക്കുന്ന കാലം വരെ അവനോട് പറയാൻ പാടില്ല. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, 10,000 രൂപ ഞാൻ തരാം, പക്ഷേ അല്ലാഹും ഞാനും നിങ്ങളും ഞാൻ മരിക്കുന്ന കാലം വരെ ഈ പൈസ തന്നത് ഞാനാണെന്ന് പറയാൻ പാടില്ല. 2 നേരം വെളുക്കുന്നതിന് മുമ്പ് ആ പൊന്നുമോനെ ജയിലിൽ നിന്ന് സ്വതന്ത്രനാക്കണം. അവിടെ നിന്ന് സമ്മതിച്ചു. 10,000 രൂപ കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം രാവിലെയായി ഈ മുത്തഅല്ലിമായ പയ്യനുണ്ടല്ലോ അവിടെ നിന്ന് ജയിൽ മോചിതനായി. അവിടെ നിന്ന് വന്നപ്പോ ആൾക്കാർ പറഞ്ഞു, നിന്റെ ഉസ്താദ് വന്നിരുന്നു, നിന്നെ അന്വേഷിച്ചിരുന്നു, ഇപ്പോഴാണ് ഇവിടെ നിന്ന് പോയത്. ഈ മുത്തഅല്ലിമായ പയ്യനോടുകയാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് കടന്നു ചെന്നു. മഹാനവറുകൾ ചോദിച്ചു, മോനെ നീ എവിടെയായിരുന്നു? ഒന്നും അറിയാത്തതുപോലെ നീ എവിടെയായിരുന്നു? ഉസ്താദേ, ഞാൻ ജയിലിലായിരുന്നു, പക്ഷേ ഏതോ ഒരു മനുഷ്യൻ എന്റെ പൈസ കൊടുത്തിട്ട് എന്നെ മോചിപ്പിച്ചു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, മോനെ പറയടാ അൽഹംദുലില്ലാഹ്, ഞാനാണ് കൊടുത്തതെന്ന് പറഞ്ഞില്ല. അവിടെ നിന്ന് എന്റെ പൈസ ആരോ കൊടുത്തെന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, പറയടാ മോനെ അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനവറുകൾ മരിക്കുന്ന കാലം വരെ അവിടെ നിന്ന് പറഞ്ഞില്ല. അവസാനം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ മുത്തഅല്ലിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്റെ കടം വീട്ടിയതാരെന്നറിയോ? നിന്റെ ഉസ്താദായിരുന്നു എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് വേണം സദഖ കൊടുക്കാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, കടമുണ്ടല്ലോ അത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. നമ്മളിൽ പലരും കടം പേടിക്കാൻ വലിയ ഉഷാറാണ്, എങ്കിലും കൊടുക്കേണ്ട സമയത്ത് കൊടുക്കില്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ കടം പേടിക്കല്ലേ. കടത്തിന്റെ വിഷയത്തിലാണ് ബന്ധങ്ങൾ തകർന്നു പോകുന്നതെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത് വെറുതെയല്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 1 രൂപയെങ്കിലും, 5 നയാ പൈസയെങ്കിലും കടമുള്ളവരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ? നിന്റെ ഉറക്കം ഇന്നത്തോടുകൂടി പോകണം സഹോദരാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, മുത്തുനബിയുടെ മുന്നിലെങ്ങാണം ഒരു മയ്യത്ത് കൊണ്ടുവച്ചാൽ നമസ്കാരത്തിന്റെ സമയമാകുമ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബാ ഈ മയ്യത്ത് കടക്കാരനാണോ സഹാബാ? ആർക്കെങ്കിലും എന്തെങ്കിലും തരാനോ കൊടുക്കാനോ ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് മയ്യത്ത് നമസ്കരിക്കുമായിരുന്നു. പടച്ചവനെ, പിന്നീട് ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവച്ചു. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിച്ചു, സഹാബാ ഈ കിടക്കുന്ന മനുഷ്യൻ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ?
ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ? സഹാബികൾ പറഞ്ഞു, നബിയെ കടക്കാരനാണ്. മുത്തുനബി പറഞ്ഞു, സ്വഹാബത്തെ നിങ്ങൾ മയ്യത്ത് നമസ്കരിക്കൂ, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ മയ്യത്ത് നിസ്കരിക്ക്. ഞാൻ നിസ്കരിച്ചിട്ട് പ്രയോജനമില്ല, ഞാൻ നിസ്കരിച്ചതിന്റെ പേരിൽ പ്രയോജനമില്ല. കടക്കാരൻ അള്ളാന്റെ സ്വർഗത്തിൽ കടക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാ ആണെങ്കിലും കടക്കാരനാണെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അവന് പ്രവേശനമില്ല. റസൂലുള്ളാഹി പറയുകയാ, ഖാല നഫ്സുൽ മുഅ്മിനി മുഅല്ലകും ബിദബില്ലല്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, റൂഹ് കടവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു, റൂഹ് കടവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. കടക്കാരൻ തന്റെ കടം വീട്ടാതെ അള്ളാന്റെ സ്വർഗത്തിൽ കിടക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, കടം പേടിക്കുന്നവരുണ്ട്. ഒരുപാട് പേര് കടം പേടിക്കും, ഉണ്ടെങ്കിലും കൊടുക്കൂല. എന്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനൊക്കെ ഒരു രസവാ. ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ നാണക്കേട്, പിന്നെ അങ്ങ് ശീലമായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടം പേടിച്ചിട്ട് കൊടുക്കാത്തവരുണ്ട്, എന്നാൽ കടം പേടിച്ചിട്ട് വേദനപ്പെടുന്നവരുമുണ്ട്. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ പൈസ കടം വാങ്ങിയിട്ട് കൊടുക്കാനില്ല, അവന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കാനില്ല, എങ്കിലും ഓരോ രാത്രിയും പടച്ചവനെ എനിക്ക് കടവുണ്ടല്ലോ, മരിക്കുന്നതിന് മുമ്പ് ഇത് കൊടുക്കണമല്ലോ എന്ന് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവന്റെ കടം അള്ളാഹു വീട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാനിപ്പോൾ ഷാജിക്കാടെ കയ്യിൽ നിന്ന് 50,000 രൂപ കടം വാങ്ങി. പക്ഷെ അദ്ദേഹം ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല. എങ്കിലും ഓരോ രാത്രിയും ഞാൻ ചിന്തിക്കും, അള്ളാഹു എനിക്ക് കടവുണ്ടല്ലോ അല്ലാ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് അത് കൊടുക്കണമല്ലോ അല്ലാ എന്ന ഒരു ചിന്തയും ആഗ്രഹവും എനിക്കുണ്ടെങ്കിൽ എൻ്റെ കടം ആര് വീട്ടും? എൻ്റെ കടം ആര് വീട്ടും? ഉറക്കപ്പറ, എന്താ മടിയണ്ട? ആര് വീട്ടും? അള്ളാഹു വീട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ അള്ളാഹ് നേരിട്ട് വന്ന് ഇറക്കുന്നല്ല, അതിനുള്ള വഴി അള്ളാഹ് എന്നെ തുറന്നു തരും. എന്നാൽ എൻ്റെ കയ്യിൽ എനിക്ക് കടമുണ്ട്, അദ്ദേഹത്തിന് പൈസ കൊടുക്കേണ്ട കടം എനിക്കുണ്ട്, എൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട്, എന്നാലും ഞാൻ കൊടുക്കൂല, വാശി കൊടുക്കൂല. എങ്കിൽ അള്ളാഹു പറയുകയാ, കയ്യിൽ പൈസ ഉണ്ടായിട്ടും കടം മേടിച്ചവന്റെ പൈസ കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, അള്ളാഹ് നിന്നെ ഉരുക്കി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കാത്തതിന്റെ പേരിൽ നിന്റെ സമ്പാദ്യം മുഴുവനും അള്ളാഹു നശിപ്പിച്ചു കളയും സഹോദരാ. അള്ളാഹു നിന്റെ സമ്പാദ്യം മുഴുവനും നശിപ്പിച്ചു കളയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഹക്കടപാടുകൾ നിങ്ങൾ വീട്ടണേ, മരിക്കുന്നതിന് മുമ്പ് ഹക്കടപാടുകൾ തീർക്കണേ. ഇല്ലെങ്കിൽ പടച്ച റബ്ബേ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് വിദൂരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഏത് കാര്യം ചെയ്താലും അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത്, ഇഖ്ലാസാണ് നമുക്ക് വേണ്ടത്.